ഗവർണർക്കെതിരായ സുപ്രീം കോടതിയിലെ ഹർജികൾ കേരളം പിൻവലിക്കും. തമിഴ്നാട് സർക്കാരിന്റെ സമാനമായ ഹർജിയിൽ തീരുമാനമായ പശ്ചാത്തലത്തിലാണ് കേരളത്തിന്റെ നീക്കം. തമിഴ്നാടിന്റെ ഹർജിയിലെ വിധി സമാന കേസുകളിലെല്ലാം ബാധകമാണെന്നാണ് കേരളത്തിന്റെ നിലപാട്. കേരളം കേസുമായി മുന്നോട്ടു പോയാൽ കേന്ദ്രത്തിന് വീണ്ടും വാദം ഉന്നയിക്കുന്നതിന് അവസരം കിട്ടുമെന്നത് മുന്നിൽ കണ്ടാണ് കേരളത്തിന്റെ പുതിയ നീക്കം. ഹർജി പിൻവലിക്കുന്നതിനുള്ള അപേക്ഷ ഇന്ന് കോടതിയിൽ കേരളം ഫയൽ ചെയ്തു. എന്നാൽ കേരളത്തിന്റെ നീക്കത്തെ കേന്ദ്രം എതിർത്തു. കൂടുതൽ വിവരങ്ങളുമായി TG സജിത്ത് ചേരുകയാണ്. സജിത്ത്, കേന്ദ്രത്തിന്റെ ഒരു നീക്കം എന്ന് പറയുന്നത് ഈ കേസ് ഭരണഘടനാ ബെഞ്ചിലേക്ക് കൊണ്ടുപോവുക എന്നതാണല്ലോ. ഇത് കണ്ടറിഞ്ഞല്ലേ കേരളത്തിന്റെ ഈ പുതിയ തീരുമാനം? തീർച്ചയായും തന്ത്രപരമായ നീക്കമാണ് കേരളത്തിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നത്. കാരണം ഈ കേസിൽ വീണ്ടും നിലവിൽ തമിഴ്നാടിന്റെ ഹർജിയിൽ സുപ്രീം കോടതി വിധി പറഞ്ഞതാണ്. അതായത് സമാനമായ തർക്കം നേരിടുന്ന സംസ്ഥാനങ്ങൾക്കെല്ലാം ബാധകമാകുന്ന സുപ്രീം കോടതി വിധി അതാണ്. കേരളത്തിന്റെ ഹർജിയും സമാനമായ ഹർജി തന്നെയാണ് കേരളത്തിന്റെ ഹർജിയും കോടതിയുടെ പരിഗണനയിലാണ്. ഈ ഹർജി കോടതിയുടെ പരിഗണനയ്ക്ക് വരുമ്പോൾ സ്വാഭാവികമായും സുപ്രീം കോടതി നടത്തിയ ഈ തമിഴ്നാട് കേസിലടക്കം നടത്തിയ ആ വിധിയിൽ കേന്ദ്രത്തിന് പിന്നും തങ്ങളുടെ വാദം ഉന്നയിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. സ്വാഭാവികമായും അത് സുപ്രീം കോടതിയിൽ തർക്കമായി മാറുകയോ അല്ലെങ്കിൽ തമിഴ്നാടിന് അനുകൂലമായി വന്ന വിധിയിൽ തിരുത്തൽ വരുത്താനുള്ള സാധ്യതയോ ഉണ്ടാവാം. അത് മുന്നിൽ കണ്ടുകൂടിയാണ് ഇപ്പോൾ കേരളത്തിന്റെ നീക്കം. പക്ഷേ കേരളത്തിൽ ഇന്ന് ഫയൽ ചെയ്ത അപേക്ഷയിൽ സുപ്രീം കോടതി കേന്ദ്ര സർക്കാർ എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. ഈ ഹർജി അങ്ങനെ പിൻവലിക്കാനാവില്ല എന്നതാണ് കേന്ദ്രത്തിന്റെ വാദം. ഇക്കാര്യത്തിൽ സുപ്രീം കോടതി എടുക്കുന്ന നിലപാട് നിർണായകമാണ്. എന്തായാലും തന്ത്രപരമായി തന്നെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യാനാണ് കേരളത്തിന്റെ നീക്കം. ഇപ്പോൾ തമിഴ്നാട് വിഷയത്തിൽ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന വിധി ഇതിൽ അന്തിമമാണ്. അതെല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമാവുന്ന തരത്തിലേക്ക് നടപ്പിലാക്കുക, ഇതാണ് കേരളത്തിന്റെ നിലപാട്. ശരി, TG സജിത്താണ് വിവരങ്ങൾ.